ഹാറൂന്റെ മയ്യത്ത് മൂസാ നബി ഇങ്ങനെ ഖബറിലേക്ക് ആ വെക്കുന്ന രംഗം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഹാറൂന് ആരുണ്ടാവുക, ഖബറിൽ ഏകാന്തനായിട്ട് കഴിയണ്ടേ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ മൂസാ നബിക്ക് വല്ലാത്ത സങ്കടമായി. മൂസാ നബി ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹ് വഹി അറിയിച്ചു കൊടുക്കുകയാണ്, മൂസ എന്തിനാ കരയുന്നേ? ഖബറിലുള്ളവർ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. പക്ഷേ നിങ്ങൾ എത്ര മറന്നാലും ഖബർ ആളുകൾ നിങ്ങളെ മറക്കൂല. അവർക്ക് കുറെ പറഞ്ഞു തരണമെന്നുണ്ട്. ഒരിക്കൽ ഒരാളോട് ചോദിക്കേണ്ട ഏറ്റവും നല്ല ഉപദേശം എവിടുന്ന കിട്ടുക? അയാളിങ്ങനെ കുറെ ആലോചിച്ചിരുന്നിട്ട് പറയാണ്, ഏറ്റവും നല്ല ഉപദേശം ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് നിന്ന് കിട്ടും. കാരണം അവൻ അനുഭവിച്ചറിഞ്ഞ ആളായിരിക്കും, അല്ലേ? അള്ളാഹു അത്തരത്തിലുള്ള അദാബുകളൊന്നും അനുഭവിക്കാതിരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ, നമ്മളെ കാക്കട്ടെ. അപ്പോൾ ഖബർ കിടക്കുന്ന മനുഷ്യൻ, അവൻ്റെ ഉപദേശമാണ് ലോകത്ത് ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത്. അത് കേൾക്കാൻ കഴിയൂല, പക്ഷെ അത് കൽബ് കൊണ്ട് ഇങ്ങനെ കേൾക്കാൻ കഴിയണം. നമ്മുടെ ഈ ലോകത്ത് ജനങ്ങൾ സംസാരിക്കും പോലെ കേൾക്കല്ല, കൽബ് കൊണ്ട് ഇങ്ങനെ കേൾക്കാൻ കഴിയണം. ഇങ്ങനൊക്കെ എൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ വരാനുള്ളതാണല്ലോ. നാളെ ഖബറുണ്ട്, മഹ്ശറുണ്ട്, ഹിസാബുണ്ട്. മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ ചോദ്യം ചെയ്യുന്നൊക്കെ ആ മുത്ത് റസൂൽ എത്ര സുന്ദരമായിട്ടാണ് പറഞ്ഞേ. അല്ലമീനെന്ന് മക്കാരെ ഒരിച്ച മുത്തുമണിയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖബർക്ക് വെക്കുമ്പോൾ മൂസാ നബിക്ക് അറിയാം. അപ്പം അള്ളാഹ് പറയാണ്, മൂസാ നബിയെ, ഒരു മനുഷ്യൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് മരണമൊക്കെ കഴിഞ്ഞ് അള്ളാഹിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അള്ളാഹ് ആദ്യം തന്നെ അവൻ്റെ തിന്മകളെല്ലാം നോക്കുക. ഞാൻ നൽകിയ ചെറിയ ആയുസ്സിൽ ഒരു 60 70 ഒക്കെ അല്ലേ ഉമ്മത്ത് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈഫിൽ ആയുസ്സുള്ളൂ. അപ്പോൾ പറഞ്ഞു കൊടുക്കാണ്, ആ തുച്ഛമായ അവധിയിൽ, ആ തുച്ഛമായ വർഷങ്ങളിൽ എൻ്റെ അടിമ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നന്മകൾ ചെയ്തു എന്നതാണ് അള്ളാഹു ആദ്യം നോക്കുന്നത്. അള്ളാഹു തആല നന്മ ഉൾക്കൊള്ളാനും ഹബീബിനെ അതിരറ്റ് പ്രണയിക്കാനും അതിലൂടെ ഈ ജഗത്തിൻ്റെ നിയന്താവായ റബ്ബുൽ ഇസ്സത്തിനെ നാളെ ആഖിറത്ത് വെച്ച് കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.